വല്ലാത്ത ജാതി ഇവളെന്നും ചളിയടിക്കും കൂട്ടുകാരി. പക്ഷേ നാട്ടുകാർക്ക് വളരെ പ്രിയങ്കരി, വളരെ പ്രിയങ്കരി. അങ്കുവേ, വെൽക്കം ടു അവർ ഫാമിലി എന്ന് പറഞ്ഞേ. വെൽക്കം ടു അവർ ഫാമിലി. അപ്പം ഞങ്ങളൊന്ന് വീടിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കിലേക്ക് പിള്ളേരെയും കൊണ്ട് ഞാനൊന്ന് പോവാണ്. അപ്പം ഈ സമയമാണ് ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, വൈകുന്നേരം സമയമാണ്. ഇപ്പം 4:15 ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു. ഞാനും ഉണ്ട്, ദാണ്ട ചിമിട്ടയും ഉണ്ട്. അന്നു ഹായ് പറഞ്ഞ. അന്നു ഹായ് ഉറക്കെ പറഞ്ഞേ, ഹായ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തല്ല, കുറച്ചിങ്ങനെ നടക്കാനുണ്ട്. അപ്പം ഞങ്ങളൊന്ന് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അല്ല ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഖത്തർ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ഇതുപോലെയുള്ളൊക്കെ ചെറിയ ചെറിയ എക്സ്പ്ലോറൊക്കെ ഉണ്ടാകും. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, നമ്മളിങ്ങനെ ഇവിടെയുള്ള വലിയ വലിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാട്ടോ പറഞ്ഞത്. കാരണം വീഡിയോ കണ്ടിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചു നോണയല്ലേ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, നമ്മളിങ്ങനെ കുറേ വലിയ വലിയ ഏരിയാസ് ഉണ്ടല്ലോ, അതൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതേണ്ട നമ്മുടെ അൽസുഹൈൽ സ്ട്രീറ്റിൽ കൂടെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഈ കയ്യിലിരിക്കുന്നത് ജിംബലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ക്യാമറ എത്തുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ച് വരണം അല്ലേ അങ്കു? അമ്മയുടെ വീഡിയോസ് എടുത്ത് തരുവാടോ. അയ്യോ അമ്മ ബുക്ക് എടുത്തില്ലടോ. ആ പിന്നെ എടുക്കാം. കുറച്ച് നാളെ ശനി ഇവിടെ ഖത്തറിൽ ഇവിടെ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് പോകാമെന്നൊക്കെ ഞാനിങ്ങനെ ഇവിടെ വീക്കെൻഡ് കേട്ടോ. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡ് ഡ്യൂട്ടിയിലാണ്. അപ്പം 10-12 മണി നമ്മളെ തിരിച്ചെത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് ശനിയാഴ്ചത്തേക്ക് നീട്ടി. അപ്പം പാർക്കിലേക്ക് പോയിട്ട് പോകുന്ന വഴി കാണിച്ചു തരാം കേട്ടോ. നടന്നാണ് പോകുന്നത്. കുറച്ചുകൂടെ അപ്പുറത്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും മെയിൻ റോഡാവും. എന്നോട് വീഡിയോയിൽ ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ മറ്റേ ബാക്ക് ക്യാമറ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് കാണാമെന്ന്. അപ്പം ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം കേട്ടോ. അപ്പം പാർക്കിലേക്ക് ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്. നമ്മളിങ്ങനെ ഇതുണ്ടൊരു പൂക്കടയാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ വഴികളൊന്നും കറക്റ്റായിട്ട് അങ്ങനെ പഠിച്ച് വന്നില്ലായിരുന്നു. വീട്ടിലേക്ക് എത്തുന്ന സമയത്തെ അന്നേരം ഇതാണ് എൻ്റെ ഒരു അടയാളം. ഈ ഒരു രാത്രിയാകുമ്പം കാണാൻ നല്ല രസമാണ്. പകൽ ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ രാത്രിയാകുമ്പം ഇവിടെ എന്താ പറയുക, നിറച്ച് ലൈറ്റൊക്കെ ആയിട്ട് നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു അടയാളം. പിന്നെ ഇതാണ്ട് ഈ ഒരു സംഭവം കണ്ടോ, ഇത് ഒരു വോഡഫോണിൻ്റെ ആണോ ഒരിഡയുടെ ആണോ എന്തോ ഒരു സംഭവമാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നു. അവർക്കിങ്ങനെയൊന്നും പരിചയമില്ലാന്ന് തോന്നുന്നു. എനിക്കും പരിചയമില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോകുന്ന ഇത് കണ്ടോ, നേരെ പോയിട്ട് അവിടെയാണ് പാർക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ദോഹയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഞങ്ങൾ ദോഹയിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ മാറിയിട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ. ശരിക്കും പറഞ്ഞാൽ ദോഹയിൽ നിന്നും വിട്ടിട്ടാട്ടോ ഞങ്ങൾ. എൻ്റെ ഹസ്ബൻഡ് ഇന്നലെ ആരാണ്ടാ ചോദിച്ചായിരുന്നു ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ദോഹ യൂണിവേഴ്സിറ്റിയിലാട്ടോ. ഇതൊന്നും വീഡിയോ കൂടെ പറയുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല, എന്നാലും സഹിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതും അതിൻ്റെ ഒരു പാർട്ടാണ്. ടെസ്ലറോ? ദോഹ യൂണിവേഴ്സിറ്റിയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. നിറച്ചും വണ്ടികളാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് നടക്കുന്ന. ആൾക്കാരും ആയിരിക്കും എനിക്ക് പ്രാന്താണെന്ന്. നമുക്ക് അവിടെ ഇങ്ങനെ മുറിച്ച് കിടക്കണം. ഓടി അന്നെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടോ. ഓടിക്കോ. ആൾക്കാരെങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് വേണ്ടേ ഇതിൻ്റെ റൗണ്ട് അബൌട്ട് എന്ന് പറയും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടായിരിക്കും. അപ്പം ഇതിനാണ് റൗണ്ട് അബൌട്ട്. ഇത് ഞാനും പഠിക്കുമോ കേട്ടോ.
അപ്പോൾ റോഡൊന്ന് ക്രോസ് ചെയ്യട്ടെ. അയ്യോ നിൽക്ക് നാട്ടിലെ പോലെ അല്ല മക്കളെ ഇവിടെ. അപ്പോൾ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തെത്തി. ഒരു 5-8 മിനിറ്റ് എടുത്തു കേട്ടോ റോഡ് ക്രോസ് ചെയ്യാൻ. ഈ 2 പിള്ളേരെയും കൊണ്ട് ഞാനങ്ങനെ ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്തെങ്കിൽ ശീലമില്ല. അതുകൊണ്ട് ഞാനങ്ങനെ നമ്മളിങ്ങനെ നടന്നൊന്നും ഇങ്ങനെ പോവാറില്ല കേട്ടോ. കാരണം ഇതിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഒരു പ്രാവശ്യം എങ്ങാണ്ട് ഞാൻ ഇതുപോലെ പാർക്കിൽ വന്നിട്ടുള്ളൂ, ഇത് നടന്നു വന്നിട്ടുള്ളൂ, ഏട്ടറില്ലാണ്ട്. ഇത് സെക്കൻഡ് ടൈമാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ വരാമെന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ പോകുന്നത്. നമ്മുടെ ഞാനൊരു സാധനം കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ ചായക്കടയിൽ ഇങ്ങനെ പറ്റുള്ള ചായക്കട ഉണ്ടാവൂലേ, ഇങ്ങോട്ട് വാ. നാട്ടിൽ പറ്റുള്ള ചായക്കട ഉണ്ടാവൂലേ, അതുപോലെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കഫ്റ്റേരിയ എന്ന് പറയും. നാട്ടിൽ ചായക്കട, ഇവിടെ കഫ്റ്റേരിയ. പക്ഷെ ഇതൊന്നും നേരെ കിട്ടാത്ത. അപ്പോൾ ഈ കഫ്റ്റേരിയയിൽ എനിക്ക് പറ്റുണ്ട്. അതായത് ഞാനിങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചില സമയത്ത് എന്തെങ്കിലും സാൻഡ്വിച്ചൊക്കെ കഴിക്കാൻ തോന്നുവാണെങ്കിൽ, എപ്പോഴും അല്ല കേട്ടോ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകത്തില്ല. അപ്പം അവരാണെങ്കിൽ അവരുടെ കയ്യിൽ കാർഡ് എടുക്കാനുള്ള ഓപ്ഷനും ഇല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കാർഡിലാണ് ചേച്ചിയുടെ പൈസ മുഴുവൻ. എൻ്റെ കാർഡിൽ 5 പൈസ ഇല്ല. അപ്പം ഞാൻ ഇവിടേക്ക് വിളിച്ച് പറയും, കഫ്റ്റേരിയയിലേക്ക് വിളിച്ച് പറയും, ഇങ്ങനെ ഓർഡർ ചെയ്യും സാധനം. അപ്പം അവർ സാധനം കൊണ്ടുത്തരും, പൈസ എന്നിട്ട് ഏട്ടൻ കൊണ്ടുപോയിട്ട് കൊടുക്കും. അപ്പോൾ പറ്റുകട എന്ന് പറയത്തില്ലേ, അതിനാണ് പറ്റുകട എന്ന് പറയുന്നത്. നമുക്ക് നോക്കി വരണേ, ആ കട ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പറ്റുകട കഫ്റ്റേരിയ. അവരങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാൻ പാടുണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു അറബി എൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ. കഫ്റ്റേരിയ ഇതാണ്. അടിപൊളി ഫുഡാണ് കേട്ടോ. സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. തിരിച്ചു വരുമ്പോൾ ഞാൻ ഓർഡർ ചെയ്യുന്നതായിരിക്കും. ഞാൻ കഫ്റ്റേരിയയുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നോട് ഒരറബി എൻ്റെ ഇപ്പുറത്ത്, നിങ്ങൾ കണ്ടില്ലല്ലോ, ഒരറബി ഇപ്പുറത്ത് വണ്ടി ലാൻഡ് ക്രൂയിസർ വന്ന് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോൾ ആ അറബി എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇടല്ലേന്ന്. പുള്ളിയുടെ കൂടെ മോനും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആക്ഷൻ കാണിച്ചപ്പോൾ മനസ്സിലായി പുള്ളീനെ കാണിക്കല്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എടുത്തിട്ടില്ല എന്ന്. അപ്പം പുള്ളി എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര പേടിയാണ്. എന്താ പറയുക, നിങ്ങൾ വിചാരിക്കും വീഡിയോയിൽ കാണുന്നു, എന്നെ നേരിട്ട് കാണുമ്പോണ്ടല്ലോ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര ബബ്ബ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ സംസാരമാണ്. പക്ഷെ അങ്ങനെ അത്ര സംസാരം നേരിട്ട് കാണുമ്പോൾ ഇല്ല. വീട്ടിലുണ്ട് കേട്ടോ, വീട്ടിൽ ടെററാണ്, ടെറർ. ഇല്ലടാ, അമ്മേനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം നീ 2 വാക്കിൽ പറഞ്ഞേടാ. സ്ക്രീം ചെയ്യും. എനിക്ക് ആ ഒരു ഓപ്ഷൻ എൻ്റെ മക്കളുടെ അടുത്തേ ഉള്ളൂ. അപ്പം ഇതാ അന്നു മടുത്ത്, ശരിക്കും പറഞ്ഞാൽ ഞാനും മടുത്തു. അപ്പോൾ പാർക്ക് എത്തിയിട്ടോ, പാർക്ക് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് മക്കളെ പാർക്ക്. പാർക്കിൻ്റെ വഴി എൻട്രൻസ് അപ്പുറത്താണ്. അയ്യോ അന്നു മുമ്പോട്ട് ഓടി ഇറന്നേ. അന്നുവിനിപ്പം വേഗത കൂടി, വേഗം കയറി നടക്കടി. അവൾ ഭയങ്കര ഷൈ ആട്ടോ, എന്നെപ്പോലെയല്ല. ഇവനും അത്യാവശ്യം ഷൈ ആണ്, എന്നാലും വീട്ടിൽ ഭയങ്കര വയലൻ്റാണ് അങ്കുമോൻ. അതെല്ലാ പിള്ളേരും അങ്ങനെയല്ല അല്ലേ. ഇതാണ് നമ്മുടെ കർത്തിയാത്ത് പാർക്ക്, കർത്തിയാത്താന്ന് തോന്നുന്നു പാർക്ക്. ഇതൊരു കുഞ്ഞി പാർക്കാട്ടോ, വലിയ പാർക്കൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ അടുത്ത് താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയല്ല, അപ്പോൾ ഇവിടെയുള്ള പിള്ളേർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്രയേ ഉള്ളൂ. അവൻ പറയുന്നത് വലിയ പാർക്കാണ്, പക്ഷെ അത്ര വലിയ സംഭവമൊന്നുമല്ല, ഒരു മിനി പാർക്ക്. ഇവിടെയൊക്കെ വന്ന് ഇരിക്കാൻ നല്ല രസമാണ്. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഈ കർത്തിയാത്താണോ ഇസ്ഗാവയാണോ എന്നിങ്ങനെ ആകപ്പാടെ കൺഫ്യൂഷനായിരിക്കും എനിക്ക് എപ്പോഴും. ഇങ്ങനെ ഇതുണ്ടോ, അതായത് റോഡിൻ്റെ ഇതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ റോഡാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ബസ്സുകൾ മക്കളെ, ബസ്സുകൾ. വേസ്റ്റ് ബിന്നിൻ്റെ കളറ് മാറിയല്ലോ. ഇന്നാൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പച്ചയല്ലേ കാണിച്ചത്, ഇപ്പം എന്താ നീല. ഇതെന്തുവാടാ നീല വേസ്റ്റ് ബിന്നിൻ്റെ? ഇതെന്താ, അങ്ങനെയാണോ? ആ എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ.
ഗ്രീന് എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളുടെ റെസിഡൻഷ്യൽ ഏരിയയിലായിരിക്കും ചിലപ്പം ഗ്രീൻ ആയിരിക്കും കേട്ടോ. ഞാൻ ഉറപ്പില്ല, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നമ്മുടെ പാർക്കിൻ്റെ എൻട്രൻസ് എത്തി. പാർക്കിൻ്റെ എൻട്രൻസ് ഇതാണ്. നമ്മുടെ പാർക്കിൻ്റെ എൻട്രൻസ്. കയറിപ്പൊക്കോ, പൊക്കോടാ. അപ്പം ഞാനിവിടെ ആദ്യമേ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ വീഡിയോഗ്രാഫി അലൗഡാണ്. ഇവിടെ അലൗഡ് അല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ഹോണടി പാടില്ല, ഇവിടെ പെറ്റ്സിനെ കൊണ്ടുവരാൻ പാടില്ല, സൈക്ലിങ് പറ്റത്തില്ല, ഫുട്ബോൾ കളിക്കാൻ പറ്റത്തില്ല. പൊക്കോളൂ. അത്യാവശ്യം വലിയ പാർക്കാണ് കേട്ടോ. ഞാനിങ്ങനെ വലിയ പാർക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ടേ ഇത് കുഞ്ഞു പാർക്കാണെങ്കിൽ നിങ്ങൾ പറയത്തില്ലയോ തള്ളിയതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം പാർക്ക്. നമ്മൾ ഈ താമസിക്കുന്ന ഏരിയയിലുള്ള ആൾക്കാരൊക്കെ വരുന്ന പാർക്ക്. അപ്പം ഞാൻ സാധാരണ ഇവിടെ വരുന്ന സമയത്ത് എങ്ങനെ അറിയാം, ഒരു ബുക്ക് കൊണ്ടുവരും. കാരണം എനിക്കിങ്ങനെ പിള്ളേരുടെ ഇതിൽ കയറാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അന്നേരം ഞാൻ എന്ത് ചെയ്യും, ബുക്ക് കൊണ്ടുവന്നിട്ട് ഞാനിതാണ്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ വായിക്കും. അതല്ലെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ട് നടക്കും. വീഡിയോ എടുക്കുന്നത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാനാണ്. നമ്മുടെ റീലൊന്നും അങ്ങനെ ഞാനങ്ങനെ ഇടാറില്ല പുറത്ത് പോയി കഴിയുമ്പം. ഒറ്റയ്ക്ക് പുറത്ത് പോകുമ്പോൾ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വന്നല്ലേ ഒരു റീലെടുക്കട്ടെ കേട്ടോ. നല്ല ഒരു കാലാവസ്ഥ കേട്ടോ. എനിക്ക് മാത്രം ഒട്ടും തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ആളാണ് ഏഞ്ചൽ റോഷൻ. എൻ്റെ കെട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഏറ്റവും തണുപ്പാക്കിയിട്ടിട്ട് കൂടി പൊതിച്ച് കിടന്നുറങ്ങും. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്താ പറയുക, പുതപ്പില്ലാണ്ട് കിടന്നാൽ പോരെ. ഇത് തണുപ്പാക്കി ഇടുകയും ചെയ്യും. ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് തണുപ്പ് ഒട്ടും പറ്റത്തില്ല, AC പറ്റത്തില്ല. എത്ര ചൂടാണ്. ഇപ്പം നമ്മുടെ ഖത്തർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടം ഈ ചൂടാണ്. ഐ ലവ് ദിസ് ചൂട്. അമ്മച്ചിയെ ഇവിടെ എൻ്റെ മുമ്പിലൊക്കെ നല്ല സ്ഥലം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോഗൈൻവില്ല. അതേപോലെ തന്നെ റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇന്നലെ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു ബോഗൈൻവില്ല. സൂപ്പറല്ലേ? എൻ്റെ വീഡിയോയിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് വർത്താനം പ്രതീക്ഷിക്കേണ്ട കേട്ടോ. സ്റ്റാൻഡേർഡ് മീൻസ് നേരത്തെ ഒരു പൂക്കട കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു പൂക്കട എന്ന്. പക്ഷെ അതിന് പൂക്കട എന്നൊന്നും അല്ല പറയുക. അതൊക്കെ ഒരു പൂവിന് തന്നെ നല്ല റേറ്റുള്ള ഷോപ്പാണ്. അപ്പോൾ അത് ഞാൻ നിസ്സാരമായിട്ട് പൂക്കട എന്നങ്ങ് വിശേഷിപ്പിച്ചു. സാധാരണ വേറെ വല്ല വ്ളോഗേഴ്സൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ചായക്കട, ഞങ്ങളുടെ പൂക്കട, ഇത് പാർക്ക്, ഇത് പൂവ്. ഞാൻ അങ്ങനത്തെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള വേർഡ്സൊക്കെ എൻ്റെ വായിൽ നിന്ന് വരത്തുള്ളൂ. നിങ്ങളങ്ങനെ വലിയ സംഭവങ്ങളൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണം. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ എന്താ പൂക്കട എന്നൊക്കെ പറഞ്ഞതെന്ന്. പിന്നെ അത് പൂക്കടയല്ലേ, ഞാൻ മലയാളി ഇൻഫ്ലുവൻസർ അല്ലേ. അപ്പം പിന്നെ അല്ല, ഈ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളെ എന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ് പറയുക. അന്നേരം ഞാൻ വിചാരിക്കും, ഞാൻ ശരിക്കും ഈ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിലാണ്, അല്ല എന്താണ് ഉദ്ദേശിച്ചത്? അത് നമ്മൾ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ നമ്മളെ ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്നുണ്ടോ? അപ്പം ഞാനൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള പേരിന് എലിജിബിൾ അല്ല ഗൈസ്. വീഡിയോ ചെയ്യുന്ന കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എലിജിബിൾ അല്ല. കാരണം എൻ്റെ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് ഞാൻ അടിച്ചു മാറ്റിയ പോസ്റ്റ് ഇതാണ്. ഓരോ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓരോ ടെക്സ്റ്റൊക്കെ കാണത്തില്ലേ, അതെല്ലാം ഇങ്ങനെ
കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അതിങ്ങനെ അടിച്ചു മാറ്റിയിട്ട് വീഡിയോസ് ആക്കിയിട്ട് ഇടുന്നു, അതേ ഉള്ളൂ. അപ്പം പിന്നെ കണ്ടന്റ് ക്രിയേറ്റർ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്ക് ഞാൻ ആരാണ് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ ഞാൻ ആരാണെന്ന്. ഓക്കെ, ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പം പറയണമെന്ന് വിചാരിക്കും. ഞാൻ ഈ ഇൻഫ്ലുവൻസർ എന്നും പറഞ്ഞാൽ നമ്മളിങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ ഇൻഫ്ലുവൻസർ നെഹി ഹേ. അപ്പം ഞാനൊന്നും കൂടെ ഒന്ന് ഇവിടെ ഇരുന്നൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. നല്ല രസമുണ്ട്. പിള്ളേർ കളിക്കാനൊക്കെ കുറച്ചൊരു ഇത് കാണിക്കുന്നുണ്ട്, കാരണം ഭയങ്കര ചൂടാട്ടോ. എനിക്ക് പിന്നെ ചൂട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിതങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം, അല്ലാത്ത മതി. എൻ്റെ മോളുടെ പേര് അനിക്ക എന്നാട്ടോ, അനിക്ക എലിസബത്ത് റോഷൻ. എലിസബത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ പേരാണ് എലിസബത്ത്. സാധാരണ ഈ പെൺകുട്ടികൾക്ക് അപ്പം വീട്ടുകാരുടെ വാലായിരിക്കും വെക്കേണ്ടത്. പക്ഷേ എനിക്ക് പാരൻസ് ഇല്ല, മമ്മിയും പപ്പയും ഇല്ല, രണ്ടുപേരും ഞാൻ കുഞ്ഞിലേ മരിച്ചു പോയതാണേ. അപ്പം എനിക്ക് എൻ്റെ മമ്മിയുടെ പേര് എൻ്റെ കുഞ്ഞിൻ്റെ പേരിൻ്റെ ഇതിൽ വെക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് എനിക്ക്. കാരണം ആദ്യത്തെ മോനുണ്ടായപ്പോൾ അത് അവർ കൊണ്ടുപോയി. അങ്കിത്ത് വാഴയിൽ റോഷൻ. ഈ വാഴയിൽ എന്നുള്ളത് എൻ്റെ വീട്ടുപേരല്ല, എൻ്റെ കെട്ടിയവൻ്റെ വീട്ടുപേരാണ്. അപ്പോൾ അവനെ ആ വീട്ടുപേരും കിട്ടി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരും കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മൂന്നാമതൊരു കൊച്ച് ആലോചിച്ചിട്ടില്ല, അപ്പോൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ രണ്ടാമത്തെ കൊച്ചിന് എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ വീട്ടിൽ ആരുടെയെങ്കിലും അല്ല എൻ്റെ മമ്മിയുടെ പേരിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ മമ്മിയുടെ പേര് ഞാൻ ഇട്ടത്. പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം പെൺകുട്ടികൾക്ക് എപ്പോഴും അപ്പം വീട്ടുകാരുടെ പേരാണെന്നൊക്കെയാണ് ഇങ്ങനെ പറയപ്പെടുന്നത്. ശരിക്കും നമ്മൾ ഈ അമ്മ വീട്ടുകാർക്ക് ഒരു റോളും ഇല്ലേ? നടപ്പുണ്ടോ അവള്? മടിച്ചിക്കോതാ കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുവോ? അതൊന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഈ അന്ന് ഞങ്ങൾ മാമോദിസ മുക്കുന്ന സമയത്ത് ഈ മോളുടെ പേര് ഞങ്ങൾ ഒറ്റ പേരുള്ളൂ. എനിക്ക് പള്ളിയിലൊരു പേര്, വീട്ടിലൊരു പേര്, മറ്റേ സോഷ്യൽ മീഡിയയിലൊരു പേര്, ഒഫീഷ്യൽ ഒരു പേര്. എൻ്റെ റിയൽ ആയിട്ടുള്ള പേര്, അതായത് നമ്മുടെ സ്കൂളിലും സർട്ടിഫിക്കറ്റിലും ഒക്കെ ഉള്ള പേര് ഏഞ്ചൽ സ്റ്റീഫൻ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എൻ്റെ പേരിനെ കുറിച്ചല്ലേ പറഞ്ഞേ, എത്ര പേരാന്ന് നോക്കി കേട്ടോ. എൻ്റെ ഒറിജിനൽ ഒഫീഷ്യൽ നെയിം, പാസ്പോർട്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഉള്ള പേര് ഏഞ്ചൽ സ്റ്റീഫൻ എന്നാണ്. അത് ഞാൻ മാറ്റാൻ സമ്മതിച്ചിട്ടില്ല, കാരണം സ്റ്റീഫൻ എൻ്റെ ഫാദറാണ്. നമ്മുടെ ഭർത്താവിൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാറാൻ ചാൻസ് ഉണ്ട് ഇല്ലേ? പക്ഷേ അപ്പനെ നമുക്കൊരിക്കലും മാറാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പെൺകുട്ടികളെപ്പോഴും പേരിൻ്റെ കൂടെ അപ്പൻ്റെ പേര് ഇടുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഇന്നത്തെ കാലത്ത് പറയും എന്തിനാണ് നമ്മൾ നമ്മുടെ പേരിൽ തന്നെ അറിഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം ഇതാണ്. പിന്നെ എനിക്കെൻ്റെ കെട്ടിയവൻ്റെ പേരിൽ അറിയപ്പെടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഏഞ്ചൽ റോഷൻ എന്നാണ് ഞാനിങ്ങനെ ആദ്യം മുതൽ അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതലേ ഞാൻ ഏഞ്ചൽ റോഷൻ എന്ന് ഞാനാക്കി. ഞാൻ മറ്റേ സർട്ടിഫിക്കറ്റിലൊന്നും ആക്കിയില്ലെങ്കിലും ഞാനാക്കി. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ആദ്യം തുടങ്ങി. ഫേസ്ബുക്കിൽ തുടങ്ങിയപ്പോൾ തന്നെ ഏഞ്ചൽ റോഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ 2020 കൊറോണയൊക്കെ വന്ന് അങ്ങനെ ചത്തിരിക്കുന്ന സമയത്താണ് ഞാൻ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ 2 പിള്ളേർ. അന്ന് അവിടെ ഞാൻ നാട്ടിൽ വെക്കേഷനൊക്കെ പോകുന്ന സമയത്ത് അവർ ടിക്ടോക്കൊക്കെ എങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ പറയും ആൻറ്റിക്ക് ചെയ്തുകൂടെ. അങ്ങനെ അവർ പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയുന്നത് ടിക്ടോക്ക്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ അന്നേരം അങ്ങനെ നോക്കുകയൊക്കെ ചെയ്യും. അവരിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നോക്കും അവരുടെ വീഡിയോസൊക്കെ. അങ്ങനെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചുവിടെ എത്തിയപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റി ഉണ്ട്, ശ്രുതി. ഇവിടെ ഖത്തറിലെ എംബസിയിലാണ് വർക്ക് ചെയ്യുന്നത്, ശ്രുതി രാജേഷ്. അവൾ ഇതേപോലെ ടിക്ടോക്കൊക്കെ ചെയ്തു തുടങ്ങി. അപ്പം ഒരു ദിവസം ഞാനും കൂടെ അങ്ങിരുന്ന് ചെയ്തു. എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ എൻ്റെ പൊന്നപ്പോ റിമിട്ടോമിയുടെ വോയിസ് ഇതൊക്കെ കേട്ടോ, പണ്ടത്തെ ആ ഒരു ഇതില്ലേ വായ ചുണ്ടൊക്കെ എനിക്കുള്ള. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് നാണക്കേടാണ്. പക്ഷേ ഞാൻ ആ വീഡിയോ എൻ്റെ കെട്ടിയവന് കോളേജിലേക്ക് അയച്ചു കൊടുത്തു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അന്നത് കോളേജായിരുന്നു, ഇത് കനേഡിയൻസിൻ്റെ കോളേജായിരുന്നു അന്ന്. പുള്ളിക്ക് എന്നെ അയച്ചു കൊടുത്തപ്പം പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്തു കേട്ടോ, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കറിയാം അത് ഭയങ്കര അതാറ് ഫ്ലോപ്പ് സാധനമായിരുന്നു. അങ്ങനെ ഞാൻ അത് തുടങ്ങിയപ്പം ഏഞ്ചൽ റോഷൻ എന്നുള്ള പേരിൽ തുടങ്ങി. പിന്നെ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് ഏഞ്ചലേ എന്ന് വിളിക്കുന്നത് അത്ര ഒരു നല്ല ഇതല്ലല്ലോ. അപ്പം കുഞ്ഞാകുമ്പോൾ തന്നെ ഞാൻ ചെറുപ്പം തന്നെ മഞ്ജു എന്നാണ് എന്നെ വിളിക്കുന്നത്. എന്നെ ഏഞ്ചൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇവിടെ ഖത്തറിലും പിന്നെ ഈ ഒഫീഷ്യലായിട്ടുള്ളതിലൊക്കെയാണ് ഏഞ്ചൽ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ആരെങ്കിലും പേരെന്താണെന്ന് വെച്ചാൽ ഞാൻ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അങ്ങനെയൊക്കെ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
മഞ്ജു എന്ന് പറയും. അല്ലാണ്ട് പുറത്തുനിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏഞ്ചൽ എന്ന് പറയും. അപ്പോൾ എത്ര പേരായി? 3 പേരായില്ലേ? ഏഞ്ചൽ സ്റ്റീഫൻ, ഏഞ്ചൽ റോഷൻ, മഞ്ജു. വീട്ടിൽ മഞ്ജു എന്നാണ് അറിയപ്പെടുന്നത്. എൻ്റെ കെട്ടിയവൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും എല്ലായിടത്തും മഞ്ജു ആണ് ഞാൻ. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ഏഞ്ചൽ റോഷൻ വാഴയിൽ. എൻ്റെ അമ്മായപ്പൻ ഭയങ്കര സപ്പോർട്ടറാട്ടോ. സപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കെട്ടിയവൻ്റെ വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും അത്ര ഇതല്ല. ചില എല്ലാ ഫാമിലിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ ഒരാൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ കെട്ടിയവനുണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിങ്ങനെ പ്രകടിപ്പിക്കത്തില്ല. എനിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ജിമ്പൽ അതൊക്കെ പുള്ളിക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് വാങ്ങിത്തരുന്നതാണ്. മനസ്സിലായോ? അപ്പം നമുക്കറിയാം പുള്ളിക്ക് ഇഷ്ടമാണെന്ന്. അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ് അങ്ങനെയൊന്നും പറയത്തില്ല. നമ്മളൊന്ന് മനസ്സിലാക്കിക്കോണം. ഇത് കാണുമ്പം പുള്ളിക്ക് ഇതാണ്, സപ്പോർട്ടാണ്. അതുപോലെ എനിക്ക് ഞാനിപ്പോൾ ദുബായി പോയി വന്നില്ലേ, എൻ്റെ പുറകെ നടന്ന് എൻ്റെ അവിടെ എല്ലാ വീഡിയോസും ഏട്ടൻ എടുത്തു തന്നു. അപ്പോൾ അതൊക്കെ സപ്പോർട്ടാണ്. പക്ഷെ എന്നാലും ചെയ്യടി അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ എൻ്റെ അമ്മായപ്പൻ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത്. അപ്പം എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ പപ്പ ചോദിക്കും ഇങ്ങനെ, എന്തുകൊണ്ട് ഈ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഇത് പുള്ളി ഓർമ്മയിലിരിക്കുമ്പോൾ ഇങ്ങനെ പറയും, ആ വീഡിയോ നല്ലതായിരുന്നു അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, പപ്പായാണ് ഏട്ടൻ്റെ അമ്മായപ്പൻ. നമ്മൾ ഫ്രണ്ട്സിനെ പോലെയാണ്. ജോർജ് കുട്ടി എന്നാട്ടോ പേര്, വാഴയിൽ ജോർജ് കുട്ടി, ചാത്തങ്കരി. പറയാൻ വന്നത് പേരിൻ്റെ കാര്യമല്ലേ. അപ്പോൾ ഈ അമ്മായപ്പൻ സപ്പോർട്ടറാണല്ലോ. അപ്പോൾ അമ്മായപ്പനാണ് ഒരു ദിവസം പറഞ്ഞത്, പേരിൻ്റെ കൂടെ ഇങ്ങനെ ഈ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, ഇവിടുത്തെ മരുമോളാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. വാഴയിൽ നിന്നാണ് വീട്ടുപേര്. അങ്ങനെയൊക്കെ പുള്ളി ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വാഴയിൽ നിന്ന് അങ്ങോട്ട് പേരിട്ടു, ഏഞ്ചൽ റോഷൻ വാഴയിൽ. പക്ഷെ ഇപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട്, വാഴയിലല്ലേ, അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇപ്പോൾ എത്ര പേരായി? ഏഞ്ചൽ സ്റ്റീഫൻ, ഏഞ്ചൽ റോഷൻ, മഞ്ജു, ഏഞ്ചൽ റോഷൻ വാഴയിൽ, 4 പേർ. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് പേരാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. ഇനി പോകാൻ നേരത്ത് കാണാം. കുറച്ച് റീൽസ് എടുക്കട്ടെ കേട്ടോ. കിറ്റനും അമ്മ പൂച്ച. അപ്പം ഞാൻ അവിടെ നിൽക്കട്ടെ. ഒരു കിറ്റനും അമ്മ പൂച്ചയുണ്ട്, വാ കാണിച്ചു തരാം. വാ, കിറ്റനെയും അമ്മ പൂച്ചേനെ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം. എവിടെ, കുറേ ദൂരം ഉണ്ടോ? ഇതാ ഇതിൻ്റെ അകത്തൊരു കിറ്റൻ കിടക്കുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. അമ്മ പൂച്ചയുണ്ടോ? ഉറങ്ങുവാ. ചെല്ല്. പേടിയോ? പിന്നെന്താ, മാതത്തൊന്നുമില്ല. കണ്ടു ഇല്ല, ചെല്ലേ. ഹായ് എന്ന് ചോദിക്കേ. കാത്തൂനെ പോലെ ഉണ്ട്, ചെല്ല്. ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഒരു പൂച്ച വരും. ആ പൂച്ചയുടെ പേരാണ് കാത്തു. നോക്കടി അന്നു. ഓടിയൊന്നുമില്ല, അതേ ഇരിക്കുന്നു. ഓടിയെന്ന് വിളിച്ചോ? ഇല്ല, ഇതാ ചെല്ലടി. അതെ ഓടി. പറഞ്ഞു. അപ്പം ഇനി അമ്മ പോട്ടെ. അന്നുവിന് പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല അന്നു, അമ്മ പൂച്ചനെ ഇഷ്ടമല്ല? അല്ലെങ്കിൽ അമ്മമാരെയൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. അമ്മ പൂച്ചനെ പോയി തൊട്ടോ. അമ്മ എന്ന് പറഞ്ഞാൽ സഹനശക്തി ഉള്ളവളാണ്. പോയി തൊടറി, അതെങ്ങും പോകത്തില്ല. എടാ നീ പോയി തൊടറാ അമ്മ പൂച്ചേനെ. ചെല്ല്. ഇല്ല, ചെല്ല്. അവനിപ്പം അങ്ങോട്ട് മറച്ചിടും പൂച്ചേനെ. ഭയങ്കര പേടിത്തൊണ്ടറാ. കണ്ടോ, അറ്റാക്ക് ചെയ്യുന്നു. പോടാണെന്ന്. ഈ ഖത്തറിലെ ഏറ്റവും വലിയ പേടിത്തൊണ്ടനാണ് എൻ്റെ മകൻ അങ്കിത്ത് വാഴയിൽ റോഷൻ. എവിടെ? ഓക്കെ. അത് പറഞ്ഞത് ശരിയാണ്, പക്ഷെ കുറച്ച് മാറി നിന്നിട്ടൊക്കെ നോക്കാം. ചെല്ല്. അതിന്റെ മൂക്കിൽ പോയോ? ആണോ? അതിന് തൊടണ്ട കേട്ടോ, തൊടണ്ട. ചിലപ്പോൾ അതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കടിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കടിക്കുന്ന. പൂച്ചേനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ പൂച്ച കടിക്കും. മുകളിൽ എന്തോ ഒരു ബേഡ്. ഇവിടെ അപ്പുറത്ത് കളിക്കാനൊക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇത് വേറെ ഏതോ സ്ഥലത്തെ കുട്ടികളാണ്. വീഡിയോസ് എടുക്കാൻ പാടില്ല അവരെ.
പോയാലോ, വീട്ടിൽ പോവാം. വന്നു കഴിഞ്ഞാൽ ദാഹിക്കുന്നു, വിശക്കണു, വിശപ്പില്ല, ദാഹം. അപ്പോൾ ഞാനൊന്ന് ഇവിടെ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഒരു ഏരിയ അവിടെ ഇരിക്കാൻ. ഞാൻ ആ ബുക്കെന്ന് നേരത്തെ പറഞ്ഞില്ലേ, ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ചിങ്ങനെ വായിക്കായിരുന്നു. ആ ഒരു ഫീല് വേറെയല്ലേ. ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, എനിക്ക് ഇവിടുന്ന് ആ ബുക്ക് വായിക്കുന്ന ഒരു സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. പിള്ളേരെ ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അതാണ്ടേ ഞങ്ങൾ അറിയുന്നത് നമ്മുടെ അപ്പുറത്തെ കടക്കാരനില്ലേ, ദേണ്ടേ ഫുഡും കൊണ്ട് ഇവിടെ വന്നേക്കുവാണേ. ഫുഡ് ജ്യൂസാണ്. അപ്പോൾ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ മുഖം കാണിച്ചിട്ടില്ല. അപ്പോൾ വേണ്ടേ വിശന്നിട്ട് വന്നാണ്. പുള്ളി പറഞ്ഞു മുഖം കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളത് മാനിക്കണ്ടേ. അപ്പോൾ ജ്യൂസ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒടുക്കത്തെ ദാഹമാണ്. വീട്ടിൽ നിന്ന് ആർക്കും ദാഹവും ഇല്ല, ഒന്നുമില്ല. വെള്ളം ഉണ്ടോ അനു? അനു ഓപ്പൺ ചെയ്ത് കൊടുക്കടാ. പൂച്ചയ്ക്ക് വെള്ളമോ? അപ്പോൾ ഞങ്ങൾ ഇതേണ്ടേ കളിയെല്ലാം കഴിഞ്ഞു, ഒരു ജ്യൂസും കുടിച്ചു വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. ഇവിടെ ദാണ്ട് കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് പ്രായം കൂടിയ പിള്ളേർ. എനിക്ക് തോന്നുന്നൊരു 10ലൊക്കെ പഠിക്കുന്ന പിള്ളേരെ ട്യൂഷനെല്ലാം കഴിഞ്ഞിട്ട് പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. ദേണ്ടേ അവിടെ ഇരുന്നിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ചായക്കടയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി സാൻഡ്വിച്ചും വാങ്ങി നേരെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാന്. മുന്നോട്ട് തുറന്നു തന്നെ ബാഗ് പുറത്തിട്ടോ. ചായക്കടയിലെ ആൾക്കാരെ അവർ സമ്മതിക്കുവാണെങ്കിൽ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഏത് ജോൺസൺ? അന്ന് പൂച്ചയ്ക്ക് പേരിട്ടതാണ് ജോൺസൺ. ഓക്കെ ജോൺസ്. ഓക്കെ നമ്മൾ കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് വീഡിയോസ് കിട്ടി കേട്ടോ, ചളി വീഡിയോസ്, ഷോർട്സ് കുറച്ച് കിട്ടി. ഓ നല്ല ചൂടായിരുന്നു. അമ്മയ്ക്കല്ലേ ചൂടിഷ്ടന്ന്. ലിപ്സ്റ്റിക്ക് മുഴുവൻ പോയി ഗൈസ്. ലിപ്സ്റ്റിക്ക് മുഴുവൻ പോയി, പൈസ കൊടുത്ത് വാങ്ങിയ ലിപ്സ്റ്റിക്ക് മുഴുവൻ പോയി. ഉണ്ടോ? ഓക്കെ, എന്നാൽ ലൈറ്റ് മാറിയതിൻ്റെ ആയിരിക്കും, കാണുന്നില്ല. അപ്പം ഞാൻ ചായക്കടയിലെ ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. അതവരോട് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അവൾ ജോൺസൺ പ്ലേ ചെയ്യാൻ വേണ്ടി, നമ്മുടെ പൂച്ചയാണ് ജോൺസൺ പ്ലേ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. എന്തു അടി, ഇത് നിലത്തുനിന്ന് എങ്ങാണ്ട് പെറുക്കിക്കൊണ്ട് വന്ന. കളയട്ടെ അമ്മ. എന്നാ ജോൺസന് പ്ലേ ചെയ്യാൻ. അമ്മയ്ക്ക് പ്ലേ ചെയ്യാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. അന്നുണ്ടല്ലോ, അപ്പം മാത്രമേ ഉള്ളൂ. ഇത് ബായ്. അപ്പം ഞാൻ അപ്പുറത്തെത്തിയിട്ട് ഞാൻ കാണിക്കാം. പോയില്ല, പോയി നോക്ക്. ഇവിടെ ഇരിച്ചത് കളിച്ചു മടുത്തു. അന്നു അത് കളിച്ചില്ല. കളിച്ചാലല്ലേ മടുക്കത്തുള്ളൂ. പാർക്കിൽ കൊണ്ടുപോയതാ കളിക്കാൻ വേണ്ടിയിട്ട്. സന്ധ്യ കേട്ടോ, സമയം ഇപ്പോൾ ഇവിടെ 6 മണി കഴിഞ്ഞു. 6:15 ആവാനായി. ഫുഡ് ഡെലിവറി, ഓർഡർ ഫുഡ്. വേറെ മലയാളി ബ്രദർ. ഓക്കെ. ഞങ്ങളിവിടെ വന്നപ്പോൾ നമ്മുടെ മലയാളി ചേട്ടനെ കാണാനില്ല. ചേട്ടൻ ഡെലിവറിക്ക് പോയേക്കുവാ. നിങ്ങളെ കാണിച്ചു തരാമെന്നായിരുന്നു വിചാരിച്ചത്. ചേട്ടൻ പോയി. അപ്പോൾ ഞാൻ ഡെലിവറിയും വാങ്ങി, ഫുഡും വാങ്ങി വീട്ടിലേക്ക് പോകാം കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാൻഡ്വിച്ചുമായി വീട്ടിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. 2 ബൂസ്റ്റും സാൻഡ്വിച്ച് കാണിക്കടാ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്തോണം കേട്ടോ. ഇരുട്ടായി, 6:30 ആവാനായി, ഫുള്ള് ലൈറ്റായി. അപ്പം ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ടേ എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയമാണ്. അതുകൊണ്ട് ഫുള്ള് റോഡ് മുഴുവനും ട്രാഫിക്കാണ്. പിടിച്ചേട്ടാ, അമ്മ കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ നിൽക്കടാ, വെയിറ്റ് ചെയ്യടാ ഇവിടെ. ബാ 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 ബാ. പൊക്ക പൊക്ക. ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ കുഞ്ഞ് ഇതുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു മാടക്കടയൊക്കെ, നാട്ടിലേക്കൊരു മാടക്കട ഞാനങ്ങനെ ഇവിടെ ഖത്തറിൽ കണ്ടിട്ടില്ല. ദേണ്ട കണ്ടോ, ഒരു ചെറിയൊരു പെട്ടിക്കടയാണേ. കണ്ടോ, അവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഓറഞ്ച്, ആപ്പിൾ അങ്ങനത്തെ സാധനമൊക്കെ ചില സമയത്ത് അവിടെ ഇങ്ങനെ സെയിലുണ്ടാവും. അത് പക്ഷേ പോലീസ് കണ്ട പ്രശ്നമെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ചൂടത്തൊക്കെ കട അധികം അങ്ങനെ തുറക്കാറില്ല. ഡിസംബറൊക്കെ മാസം ആകുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും പിന്നെ ചെടികളുണ്ടാവും. റോസൈഡൊക്കെ ഒരു 5-6 ചട്ടികളൊക്കെ വെച്ചിട്ട് അയാളോടെ സെയിൽ ചെയ്യുന്ന കാണാം. ബസ്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ വന്നപ്പം കണ്ട ഒരു പൂക്കട കണ്ടോ, ദേണ്ട പൂക്കട. ഇതാണ് ഞാൻ പറഞ്ഞ പൂക്കട. അയ്യോ, എൻ്റെ ആ എനർജി മൊത്തം പോയി കേട്ടോ. ഇനി എനിക്ക് എങ്ങനെയും ഒന്ന് വീട്ടിലേക്കൊന്ന് എത്തിക്കിട്ടിയോ മതി. അവൻ ദേണ്ടേ അങ്ങ് എത്തിയിട്ടോ, നടന്ന് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓഹോഹോ, അമ്മേ അടുത്തു. ചെരുപ്പ് അവിടെ പൊട്ടിയത് ചെരുപ്പ്. എന്താ പറ്റിയേ? താറ് വീണു. എന്താ തട്ടിയമ്മ? അമ്മ താറ് വീണ്, തട്ടിയില്ല. എവിടെ തട്ടിയമ്മ? അവിടെ. കിലോമീറ്റർ ഫ്രണ്ടിൽ പോകുന്നത്